കുറേ കിലോമീറ്റർ ഓടാൻ നേരത്ത് ചെയിൻ്റെ ഈ ഇന്നർ പോക്കറ്റ് ചരിഞ്ഞിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല. ഗൈസ് അപ്പോൾ രാവിലെ തന്നെ 220 വർക്കൗട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടായിരിക്കും ഇതിൻ്റെ അത് ഫുള്ള് മൊത്തം പൊളിച്ചിട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ മൊത്തം ബോഡി പാനലും കാര്യങ്ങളും കയറ്റി ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻസ് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ നമ്മളൊരു ബബിൾ വൈസറും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബബിൾ വൈസറിൻ്റെ സ്ക്രൂസും കാര്യങ്ങളും നമുക്ക് ഷോറൂമിൽ പോയി വാങ്ങേണ്ടതുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വൈസർ സ്ക്രൂസ് എല്ലാം മിസ്സിംഗ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ടാങ്ക് ജസ്റ്റ് ചളുക്കൊണ്ട് അതോടൊപ്പം തന്നെ മൾഗാർഡും പ്രശ്നമാണ് കേട്ടോ. മൾഗാർഡ് പെയിൻറ്റ് സ്ക്രാച്ച് പോയി. ഈ ഒരു സ്ക്രാച്ച് കാരണം ഇത് മൊത്തത്തിൽ ഒരു രസമില്ല കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ഗ്ലോസി ബ്ലാക്ക് ആക്കാനാണ് പ്ലാനിങ്. ഇത് കമ്പനി വരുന്ന ഈ ഒരു കാർബൺ ഫിനിഷിങ് കേട്ടോ. സ്റ്റിക്കറാണെന്നാണ് തോന്നുന്നത്. കാർബൺ ഫൈബറിൻ്റെ ഒരു സ്റ്റിക്കറിങ് ഫിനിഷാണ് വരുന്നത്. ഇളക്കി കളഞ്ഞാൽ ചിലപ്പോൾ ഫുൾ ഗ്ലോസി ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി നോക്കാമേ. അപ്പോൾ സ്റ്റിക്കർ ഇളക്കിയ സ്ഥലം അത്യാവശ്യം ഗ്ലോസി ബ്ലാക്ക് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്റ്റിക്കർ നല്ല കട്ടിയുള്ള സ്റ്റിക്കറാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ പശ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇളക്കണ കാര്യം ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് നേരെ ടാങ്കും ഈ ഒരു പോർഷനും കൂടെ എടുത്തുകൊണ്ട് നേരെ സ്റ്റിക്കറിങ് പെയിൻറ്റിങ്ങിന് കൊടുക്കാം. ഫുൾ ഗ്ലോസി ബ്ലാക്ക് ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് നേരെ എടുത്തുകൊണ്ട് പോയേക്കാം ഗൈസ്. അപ്പോൾ അതാ നമ്മളങ്ങനെ 220 ടാങ്കും കാര്യങ്ങളും പെയിൻറ്റിങ്ങിന് കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതാ ഊരിയെടുത്തേക്കാണ്. ടാങ്കും മൾഗാർഡും നമ്മൾ ഊരിയെടുത്ത് പെയിൻറ്റിങ്ങിന് കൊടുത്താൽ. അപ്പോൾ അടുത്ത വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു V3 ആണ് കേട്ടോ. V3യുടെ ഈ ഫ്രണ്ട് പോർഷൻ മൊത്തം ഇടിച്ച് പണ്ടാനടക്കി പൊളിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഗൈസ്. വീലൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ കേട്ടോ. ഹെഡ്ലൈറ്റിൻ്റെയൊക്കെ അവസ്ഥ കണ്ടാ മൊത്തം പൊട്ടിപ്പോയി. അപ്പോൾ ഇതെല്ലാം മാറ്റി നമുക്കൊന്ന് പവറാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ പണി നമ്മൾ ചെയ്യാൻ പോകണം. ഇതെല്ലാം ഊരിയെടുത്ത് സെറ്റ് ചെയ്ത് വേറെ റേഡിയേറ്ററിൻ്റെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ. ബാക്കിയെല്ലാം ഒന്ന് റീപ്ലേസ് ചെയ്ത് ഇന്ന് തന്നെ നമുക്ക് ഈ ഒരു വണ്ടി വീലിൽ നിർത്തണം. അപ്പോൾ അതിനുള്ള പരിപാടിയിലോട്ട് പോകാൻ പോകണം. അപ്പോൾ നേരെ വർക്കിലോട്ട് പോകാം. അതിൻ്റെ കിറ്റും വണ്ടിയുടെ കിറ്റും കാര്യങ്ങളെല്ലാം കിടക്കുന്നു. എല്ലാ കിറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾറെഡി നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ കിറ്റിന് എനിക്ക് വലിയ ഡാമേജ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇവിടെ പോയി പെയിൻ്റ് അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ വേറെ ഡാമേജ് ഇല്ല, വലിയ ഡാമേജ് ഇല്ല. അപ്പോൾ നമുക്ക് എല്ലാം അങ്ങ് സെറ്റ് ചെയ്തെടുത്തേക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് V3S ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഈ ടീ സ്റ്റെമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഇളക്കി പവറാക്കാം ഗൈസ്. അങ്ങനെ നമ്മളെ V3യുടെ വർക്ക് ഏകദേശം ഇതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു ടീ സ്റ്റെമ്പും കാര്യങ്ങളും കോൺസെപ്റ്റൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ കോൺസെപ്റ്റൊക്കെ കയറ്റി പക്കയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർക്ക് പൈപ്പ് റീപ്ലേസ് ചെയ്യണം കേട്ടോ. ഈ ഒരു പൈപ്പ് ഡാമേജ് ഉണ്ടായിരുന്നു. ചെറിയ രീതിക്കുള്ളൊരു ബെൻഡ് നോക്കിയാണ്, ചെറിയൊരു വളവുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ഫോർക്ക് പൈപ്പ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു യമഹയുടെ തന്നെ ഫോർക്ക് പൈപ്പും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന യമഹ V3യുടെ ഫോർക്ക് പൈപ്പും ഫോർക്ക് സീലും കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ എന്തായാലും മാറ്റാൻ പോകണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഹാൻഡിൽസും കാര്യങ്ങളും അലോയ്സ് എല്ലാം ഉണ്ട്. ഇന്ന് ഏകദേശം നമുക്ക് വർക്ക് പകുതിയോളം തീർക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. V3യുടെ ഫോർക്ക് റിമൂവ് ചെയ്തിട്ട് ഓയിൽ ഫുള്ള് ഡ്രൈൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഓയിൽ ഡ്രൈൻ ചെയ്ത ഒരു ഇതാണ് കേട്ടോ. വേസ്റ്റ് ഡെന്നും അതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം വണ്ടി ഈ ഒരു ലെവലിൽ അപ്പോൾ അടുത്തൊരു വർക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എൻഡോർക്കിൻ്റെ അകത്ത് ഈ ഒരു RGB ചെയ്യണം കേട്ടോ. ഈ ഒരു DRLൻ്റെ പോർഷനിൽ നമുക്ക് RGB ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു എൻഡോർക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇളക്കാറുണ്ട് കേട്ടോ. ഈ ഫുള്ള് സ്ക്രൂ ആണ്. അറൗണ്ട് നമുക്ക് 1 2 3 4 5 6 12 പിന്നെ ഈ ഒരു സെക്ഷനിൽ പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് എല്ലാം നല്ല പണിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടെ റിമൂവ് ചെയ്ത് ഇവിടെ DRL വർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് സെറ്റാക്കാം ഗൈസ്. അപ്പോൾ അങ്ങനെ എൻഡോർക്കിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻഡോർക്കിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. ഒരു 4 പാക്സ് ഹെഡ്ലൈറ്റാണ് കേട്ടോ. 6 പാക്ക് അല്ല, 4 പാക്കാണ്. അപ്പോൾ ഹെഡ്ലൈറ്റ് നമ്മൾ ഇളക്കി എടുത്തിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ മൊത്തം ഗ്ലാസ്സൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം ഇതിനകത്ത് DRL ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നേരെ ഇളക്കിയേക്കാം. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഗൈസ്. അപ്പം നമ്മൾ ഇപ്പം നേരെ ഷോപ്പിലോട്ട് പോകാൻ വേണം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള DRL വർക്ക്സും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എൻഡോർക്കിൻ്റെ DRL വർക്ക്സും പിന്നെ V3യുടെ കുറച്ച് ആക്സിഡൻറ്റ് വർക്കും ചെയ്തുകൊണ്ടിരുന്ന പൈപ്പും കാര്യങ്ങളും അതിൻ്റെ സസ്പെൻഷൻ്റെ ഒരു പൈപ്പ് മാറിപ്പോയി കേട്ടോ. അപ്പോൾ അത് നോക്കാനൊക്കെ നല്ല എഴുതി കൊണ്ട് കൊടുത്ത് ഇനിയിപ്പം നേരെ രാവിലെ ഷോപ്പിൽ ചെല്ലണം. ഷോപ്പിൽ ചെന്നിട്ട് അവിടെ വണ്ടികളൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് എൻഡോർക്ക് ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കസ്റ്റമറിന് കൈമാറിയാൽ മതി. അപ്പോൾ എന്തായാലും വെച്ചാൽ മതി, നമുക്ക് നേരെ അങ്ങ് ഷോപ്പിലോട്ട് പോകാം. ഇതിപ്പോൾ നമ്മൾ DRL വർക്ക് ചെയ്തപ്പം ഇതിനു മുമ്പ് ഇവിടെ ഈ ഒരു മൾഗാർഡ് ചെയ്തിട്ട് ഒരു ഭംഗി ഇല്ലാത്ത രീതിക്ക് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. നോക്കിയാണ് ഒരു രസമില്ല. ഇത്രയും ഹൈറ്റൊക്കെ ആയിട്ടൊരു ടാഗ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. കസ്റ്റമർ ഇത് പറഞ്ഞിട്ടില്ല, പക്ഷേ കസ്റ്റമറിന് നമ്മൾ സ്വയം അറിഞ്ഞ് അങ്ങ് ചെയ്ത് കൊടുക്കുന്നതാണ്.
അപ്പോൾ ഇതും കൂടെ അങ്ങ് സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു അപ്പുറലയുടെ മൾഗാർഡും കാര്യങ്ങളൊക്കെ പക്ക പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാണുന്ന രീതിക്ക് ക്ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്താണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ പിക്സൽ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ ഇനി അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന V4 ആണ് കേട്ടോ. V4ൻ്റെ അകത്ത് നമുക്ക് ഈ ചെയിൻ സ്പോക്കറ്റും കാര്യങ്ങളൊന്നും മാറണം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ കാണുന്ന ഈ ഒരു GPS കൂടെ സെറ്റ് ചെയ്യണം കേട്ടോ. GPS കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്യാണ്ട് അത് കഴിഞ്ഞ് നേരെ ഇവിടെ DRL ഉണ്ട് കേട്ടോ. പിക്സൽ DRL കൂടെ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എൻ്റെ വർക്ക് ചെയ്ത അതേ സെറ്റപ്പ് തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നല്ല വർക്കുണ്ട് കേട്ടോ. ഇത് V4 ആയതുകൊണ്ട് അത്യാവശ്യം ഇളക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് ഫുള്ള് റിമൂവ് ചെയ്തെടുത്ത് ഈ ഒരു 2 DRL എടുത്താൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് ബാക്കിലെ ഈ സ്പ്രോക്കറ്റ് മാറണം കേട്ടോ. സ്പ്രോക്കറ്റ് ഏകദേശം സൗണ്ടായി തുടങ്ങി. കാണുമ്പോൾ വലിയ ഡാമേജ് ഒന്നും തോന്നുന്നില്ലെങ്കിൽ നല്ല രീതിക്ക് സൗണ്ട് ആവും കേട്ടോ. കുറേ കിലോമീറ്റർ ഓടാൻ നേരത്ത് ചെയിൻ്റെ ഈ ഇന്നർ സ്പ്രോക്കറ്റ് ചരിഞ്ഞിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല സൗണ്ടായി മാറും കേട്ടോ. നോക്കി ഇത് നല്ല സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയിനല്ല വരിഞ്ഞു പോകുന്നത്, ഇന്നർ സ്പ്രോക്കറ്റ് തേയ്മാനമാണ്. ഇന്നർ സ്പ്രോക്കറ്റ് മാറുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കൂടെ നമുക്ക് ഈ ഒരു സ്പ്രോക്കറ്റും ഈ ഒരു ചെയിനും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്നർ സ്പ്രോക്കറ്റ് മേടിച്ചില്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു മാറ്റം പോകുന്ന ചെയിൻ ചെയ്യുന്ന റോളൻ്റെ ഗോൾഡൻ സ്പ്രോക്കറ്റാണ്. ഏകദേശം തീരുമാനമായി കണ്ടോ. ഇതിൻ്റെ ഈ ചെയിൻ തീരുമാനമായി. അത്യാവശ്യം കുറേ കിലോമീറ്റർ ഓടാൻ നിർത്തി ഇതിൻ്റെ അകത്തൊക്കെ തേയ്മാനാവും. ഇതിൻ്റെ അകത്തൊക്കെ സൗണ്ട് ഉണ്ടാവും. ഈ ഒരു ബെയറിങ്ങൊക്കെ തേയ്മാനായിട്ടൊക്കെ സൗണ്ട് കൂടുന്ന. അപ്പോൾ നമുക്ക് ഈ ചെയിനും മാറണം, ബാക്കി വർക്കും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ ടയറും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കാം. അപ്പോൾ നമ്മൾ റിയർ സ്പ്രോക്കറ്റ് റിമൂവ് ചെയ്ത് ഈ ഒരു ഡാമ്പറും മാറിയിട്ടുള്ള കേട്ടോ. ഇതെല്ലാം പുതിയ ഡാമ്പറാണ് ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ ഒരു ഹബ്ബ് ഇങ്ങനെ സെറ്റ് ചെയ്ത ശേഷം ഇനി മേലിൽ നമുക്ക് റിയർ സ്പ്രോക്കറ്റ് വയ്ക്കാം. അപ്പോൾ റോളോൻ്റെ ഗോൾഡൻ സ്പ്രോക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. മിനി സ്പ്രോക്കറ്റ് ഏകദേശം 2600 സംതിങ് വരും, 500 സംതിങ് വരും. ഇത് ഇത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇനി കട്ട് ചെയ്യണ്ടേ? ഗൈസ്, അപ്പോൾ നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റ് കാര്യങ്ങൾ മാറിയ ശേഷം അടുത്ത വർക്കായിട്ട് എടുത്തിട്ടുള്ളത് നമ്മളൊന്ന് വർക്ക് ചെയ്ത ഡൊമിനാർ 250 ആണ്. പലരും ചോദിക്കുന്നുണ്ട് ഈ ഒരു ടെയിൽ ടേഡി ഡൊമിനാർ 250ക്ക് സൂട്ട് ആകുമെന്ന്. ഇതാ ഡൊമിനാർ 250ക്ക് പക്കായിട്ട് ഫിറ്റ് ആവുന്നുണ്ട് കേട്ടോ. യാതൊരു വലിയ ഗ്യാപ്പൊന്നുമില്ല, ചെറിയൊരു ഗ്യാപ്പേ വരുള്ളൂ, വലിയ ഗ്യാപ്പൊന്നുമില്ല. അപ്പോൾ ചെയ്യണം പക്ക. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് അത് ചെയ്തിട്ടുള്ള വർക്ക് കേട്ടോ. അപ്പോൾ നോക്കിയാൽ പക്ക പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സെറ്റാക്കാം. അപ്പോൾ അങ്ങനെ V4ൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ V4ൻ്റെ ആ ഒരു DRL നോക്കിയാൽ ഈ ഒരു ലുക്കിലാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്നെസ്സിന് വേണ്ടി 2 സ്ട്രിപ്പ് വെച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം വേറെ ലെവൽ രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൊബൈൽ കൺട്രോളാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെ പഴയ വീഡിയോസ് കണ്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ നമുക്കൊരു 390 വർക്കിന് വന്നിട്ടുണ്ട്. പെയിൻറ്റിങ് വർക്കിനാണ്, ഞാൻ കാണിച്ചില്ല, ഇന്ന് കുറേ വർക്കുള്ളതുകൊണ്ട് കാണിച്ചില്ല. പിന്നെ ഒരു ഡൊമിനാർ വർക്കിനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്ത് V3 കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ പക്കയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വർക്കൊക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് കോൺടാക്ട് നമുക്ക് പവറാക്കാൻ